അസ്സാം വലൈക്കും. ഹജറാസ് കുക്കിംഗ് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഓണമൊക്കെ അല്ലേ? ഇന്ന് ഞാനൊരു ഓണത്തിന് ഒരു ചെറിയൊരു കറി ഉണ്ടാക്കുകയാണ്. ഇത് തലേ ദിവസം വെള്ളത്തിലിട്ടിരുന്ന സോയാബീനാണ്. ഇതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. അത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് കുക്കറിൽ 2 ചൂടാൻ കേട്ടത് പെട്ടെന്ന് വെന്ത് കിട്ടും. സോയാബീന് വലിയ ഇത് വേവൊന്നുമില്ല, പെട്ടെന്ന് വേവുകയും ചെയ്യും. നല്ല ഗുണങ്ങളുമാണ്, നല്ല ടേസ്റ്റുമാണ്. ശകലം ഉപ്പും ഇട്ടിട്ട് നമുക്ക് 2 ചൂടാൻ കേട്ട് വേവിച്ചെടുക്കാം. വേവാൻ വയ്ക്കുന്നുണ്ട്. 2 ചൂടാൻ കേട്ട് വേവിച്ച് ഞാൻ കോരിയെടുത്ത് കേട്ടോ. അതിലേക്ക് കുറച്ച് സാധനങ്ങൾ, കുറച്ച് കായും, കുറച്ച് ചേനയും, 2 പച്ചമുളകും, കുറച്ച് ബീൻസിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് വേറെ എന്തിനെങ്കിലും തോരത്തിനോ അല്ലെങ്കിൽ വെറുതെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അത് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് അതിലുണ്ടല്ലോ, വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമുക്കൊന്ന് അത് 1 ചൂളം കേട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം കുറച്ച് തേങ്ങ, ചെറിയ ജീരകം, പച്ചമുളക്, വെളുത്തുള്ളി നന്നായിട്ടൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് മഷി പോലെ അരച്ചെടുക്കാം. അരച്ചെടുത്തിട്ടുണ്ട്. അതിപ്പോൾ വെന്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ അതിലുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് സോയാബീൻ, നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഞാൻ വയ്ക്കുന്നുള്ളൂ. കുറച്ച് സോയാബീൻ അതിൻ്റെ അകത്തോട്ട് ചേർത്ത് നിങ്ങൾക്ക് എത്ര ആളുണ്ട് അതനുസരിച്ച് എടുക്കാം. എനിക്ക് വളരെ കുറച്ച് മതി, അതുകൊണ്ട് ഞാൻ കുറച്ച് ചേർത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ വേറെ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് കുറച്ച് ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് ഈ അരച്ചത് അതിലോട്ട് ചേർത്ത് കൊടുക്കുക. നമ്മൾ എടുക്കുന്ന അളവനുസരിച്ച് തേങ്ങയും സാധനങ്ങളൊക്കെ കൂട്ടിയെടുക്കാം. ഇത് കുറച്ച് കായും ചേനയും മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഒരു പ്രാവശ്യം വെച്ച് നോക്കണേ. ഇന്ന് ഉത്രാടമാണ്, ഒരു ഉത്രാട കറി ആയിക്കോട്ടെ വിചാരിച്ച് കുറച്ച് കുരുമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് എരിയൊക്കെ നിൽക്കണം. നമ്മൾ എരിശ്ശേരി പോലെ വയ്ക്കും, എരിശ്ശേരിയൊക്കെ വയ്ക്കില്ല, അതുപോലൊക്കെ തന്നെ. കുറച്ച് കടുക് വറുക്കുകയാണ്. അതിലേക്ക് കുറച്ച് തേങ്ങയുണ്ട്, കറിവേപ്പിലയും ഉണക്കമുളക് മൂട്ടിയ ശേഷം നമ്മൾ തേങ്ങയിട്ട് നല്ലൊരു നിറം, സ്വർണ്ണത്തിൻ്റെ നിറമായ രീതിക്ക് മാറ്റാം. ചെറിയ തീ വയ്ക്കാൻ കേട്ടോ, പെട്ടെന്നായിരിക്കും. ഞാനതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. നമ്മുടെ തേങ്ങ നല്ല മൂത്ത് സ്വർണ്ണ കളറായിട്ടുണ്ട്. അത് നമുക്കതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. അതെല്ലാം അതിലോട്ട് ചേർത്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. ഇത് കഴിച്ച് നോക്കണം, ഇതുപോലെ ഉണ്ടാക്കണം. ഇന്ന് ഉത്രാടമല്ലേ, പെട്ടെന്ന് എല്ലാവരും സാധനം ഉണ്ടെങ്കിൽ വേഗം ഒന്ന് ചെയ്ത് നോക്കാം. നല്ലൊരു ടേസ്റ്റിയായ ഒരു ഉത്രാടക്കറിയാണിത്. എല്ലാവരും ഓണസദ്യയൊക്കെ കൊണ്ട് സന്തോഷത്തായിട്ടിരിക്കുക. ഹാപ്പി ഓണം എല്ലാവർക്കും വേണ്ടി. ഇത് കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. Thank you.